മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച താരമാണ്. ഇരിങ്ങാലക്കുടക്കാരനായ ഇദ്ദേഹം ഹാസ്യത്തിന് തന്റേതായ രൂപവും ശൈലിയും നൽകി. പേരിൽ തന്നെ നിഷ്കളങ്കത്വമുള്ള ഈ വ്യക്തി മറ്റാരുമല്ല, ശ്രീ ഇന്നസെന്റ്. പോലെ കുരുക്കിലാക്കണം. ഇനി എന്താ ചെയ്യണ്ടേന്ന് ഞാൻ പറഞ്ഞിടാ. പൊട്ടപ്പെട്ട നോക്കടാ, തുടുത്ത പുങ്കവിളി നനുത്ത കുഞ്ചുമിഴി, മുത്താരം മുകിലാരം മുത്തമേകണം. ഇനിയുള്ളത് ഞാൻ പറഞ്ഞു തരില്ല, നീ എന്താന്ന് വെച്ചാൽ ആലോചിച്ച് പിച്ചിയും തെച്ചിയും ചൂടി കൊച്ചമ്മിണി പെണ്ണു വന്നാൽ തക്കിളി ചിക്കിളി കൂട്ടി ഈ തക്കിളി കാതേണം. പുണുക്കു പെൺമണിയെ നുണുക്കു വിദ്യകളാ പോലെ കുരുക്കിലാക്കണം. തുടുത്ത പുങ്കവിളിൽ നനുത്ത പുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം. അടുത്തതായി ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന താരം കലാഭവൻ എന്ന മഹനീയ സമിതിയിൽ നിന്നും മലയാള സിനിമയിലെത്തി മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ ഒരു താരമാണ്. മലയാളികൾക്ക് ഏറെ സുപരിചിതനായ ഈ നടൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനശ്രദ്ധ പിടിച്ചുപറ്റി. പച്ചക്കുതിര എന്ന സിനിമയിലെ ഏറെ വ്യത്യസ്തമായ ഒരു കഥാപാത്രവുമായി ശ്രീ ദിലീപ്. ഇനി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു മലയാള സിനിമയിൽ 80 കാലഘട്ടങ്ങളിൽ തന്റേതായ അഭിനയ ശൈലി കൊണ്ട് ജനശ്രദ്ധ പിടിച്ചുപറ്റി മലയാള മനസ്സിൽ അഭിനയത്തിന്റെ വേറിട്ട മുഖം കാണിച്ചു കൊടുത്ത ഈ വ്യക്തി മലയാളികളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു. നിങ്ങൾക്കേവർക്കും സുപരിചിതനായ മലയാള സിനിമയിലെ ഈ അഭിനയ ചക്രവർത്തി മറ്റാരുമല്ല, ശ്രീ സത്യനേശൻ എന്ന സത്യൻ മാഷ്. സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നെൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു. സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നെൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു. സ്വർഗായികേ ഇതിലേ ഇതിലേ
രാഷ്ട്രീയ താരമാണ്. കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനാണ് അദ്ദേഹം. തന്റെ പ്രവർത്തന ശൈലി കൊണ്ടും സംസാര ശൈലി കൊണ്ടും ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. രാഷ്ട്രീയത്തിൽ വളരെ എടുത്തു പറയത്തക്ക സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന ഇദ്ദേഹം മറ്റാരുമല്ല, ശ്രീ VS അച്യുതാനന്ദൻ. മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ നൂറു നൂറു പൂക്കളായി കൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. മൂർച്ചയുള്ളൊരായുധങ്ങളല്ല പോരിനാശ്രയം, തീർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണ് ഓർക്കണം. ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി, കാലിലുണ്ടിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി. അടുത്തതായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് വില്ലൻ കഥാപാത്രങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇടം പിടിച്ച ഒരു താരമാണ്. ഭീമൻ എന്ന സിനിമയിലൂടെ തന്റെ അഭിനയ ശൈലി ജനമനസ്സുകളിൽ എത്തിച്ച ഈ വ്യക്തി തനിക്ക് വില്ലൻ കഥാപാത്രങ്ങൾ മാത്രമല്ല കോമഡി കഥാപാത്രങ്ങളും അനായാസം കൈകാര്യം ചെയ്യുവാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വില്ലൻ കഥാപാത്രങ്ങളും കോമഡി കഥാപാത്രങ്ങളും തനിക്കിണങ്ങുമെന്ന് തെളിയിച്ച ഈ വ്യക്തി അത് മറ്റാരുമല്ല, ശ്രീ ഭീമൻ രഘു.